BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ ഉണ്ട് നമുക്ക് അതിഥിയായി. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇപ്പോൾ VP മുസ്തഫ പ്രതികരിച്ചതും നേരത്തെ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചപ്പോഴൊക്കെ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ എന്താണോ നടപ്പാക്കിയിരുന്നത്, എന്തായിരുന്നു ഞങ്ങൾ ബജറ്റിലൂടെ പറഞ്ഞ കാര്യങ്ങൾ, അതിനെ അല്പം പേരൊക്കെ മാറ്റി പുതിയ രൂപത്തിൽ പുതിയ പേരുകളൊക്കെ നൽകി അതേ സ്വഭാവത്തിൽ തന്നെ അതില്ലെങ്കിൽ അതേ പാത തന്നെ പിന്തുടരുന്ന ഒരു സമീപനമാണ് UDF സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അവർ തന്നെ വിലയിരുത്തുന്നത്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ പാർട്ടികളെ കുറിച്ചാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതേ സ്വഭാവത്തിൽ തന്നെയാണല്ലോ BJPയുടെയും പ്രതികരണം. കാരണം BJP പറഞ്ഞത്, എനിക്കൊന്ന് PK കൃഷ്ണദാസിൻ്റെ പ്രതികരണമാണ് ഞാൻ കണ്ടത്, കസേരയിൽ ആളു മാറി എന്നതല്ലാതെ നയത്തിൽ മാറ്റമില്ല എന്നാണ്. വട്ടപൂജ്യമാണ് ഈ ബജറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഇടതുപക്ഷ പാർട്ടികൾക്കൊപ്പമുള്ള അതേ നിലപാട് തന്നെയാണ് ഈ ബജറ്റിനോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ BJPക്കുമുള്ളത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതല്ല, ഞങ്ങളത് വേറെ ആംഗിളിലാണ് പറഞ്ഞത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രധാന പരിപാടി വലിയ വലിയ പരിപാടികൾ പ്രഖ്യാപിക്കുക, അതിന് പൈസ നീക്കി വെക്കാണ്ടിരിക്കുക. അടുത്ത ബഡ്ജറ്റ് എത്തുമ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പരിപാടി എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടിയെ പറ്റി ഒരു സംസാരമില്ല. അങ്ങനെ പൈസ ഇല്ലാതെ പരിപാടി പ്രഖ്യാപിച്ചത് എന്താ കാര്യം? അത് തന്നെയല്ലേ ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്ന ഏതൊരാൾക്കും സന്തോഷമുണ്ടാവുന്നതാണ്. കാരണം ഞാനിപ്പോൾ കോഴിക്കോട്ട് നിന്നാണ് സംസാരിക്കുന്നത്. കോഴിക്കോട് ലൈറ്റ് മെട്രോ ഈ ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപന, തിരുവനന്തപുരം ലൈറ്റ് മെട്രോ, കോഴിക്കോട് ലൈറ്റ് മെട്രോ എത്രയാ കോടി നീക്കി വെച്ചത്? 20 കോടി. ശരി, ഞങ്ങൾ കോഴിക്കോട്ട് മെട്രോന് അതിൽ 10 കോടി കിട്ടുന്നു കൂട്ടുക. 36,000 കോടി മുതൽ 40,000 കോടി വരെ വേണം എന്തിന്? ഈ 2 മെട്രോ സ്ഥാപിച്ചെടുക്കാൻ. അതിനാണ് 20 കോടി നീക്കി വെച്ചത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയാണ്. നമ്മുടെ തൊഴിലവസരങ്ങളും ഉൽപ്പാദന മേഖലയെ ശക്തിപ്പെടുത്തേണ്ടതാണ്. 10,000 MSME 100 കോടി രൂപ, 10,000 MSMEക്കാണ് 100 കോടി രൂപ നീക്കി വെച്ചിരിക്കുന്നത്. മറ്റൊരു വളരെ മനോഹരമായ പ്രഖ്യാപനമാണ് കേരളീയമായ പാചകത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു പദ്ധതി നീക്കി വെച്ചിരിക്കുന്നത് 2 കോടിയാണ്. ജെൻസി സ്റ്റാർട്ടപ്പ്, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ, അവർക്ക് AI ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ, അതിനെ സഹായിക്കാൻ 50 കോടി രൂപ. ക്ഷീരവികസനം 100 കോടി രൂപ. 1000 കോടി രൂപ ഇല്ലാതെ കേരളത്തിലെ ഈ പറയുന്ന 990 പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കുറേ കോർപ്പറേഷൻ ഏരിയകളിൽ ഇവിടെയൊക്കെയുള്ള ക്ഷീരവികസന പദ്ധതികൾക്ക് ചുരുങ്ങിയത് 1000 കോടി രൂപ വേണം. പിന്നെ പറഞ്ഞു വയനാട്, കാസർഗോഡ്, ഇടുക്കി പിന്നാക്ക ജില്ലകൾക്ക് പ്രത്യേക പാക്കേജ്. എത്ര രൂപ നീക്കി വെച്ചു? ആർക്കും അറിയില്ല എത്ര രൂപ നീക്കി വെച്ചു എന്ന്. അപ്പോൾ ഇനി വേറൊരു വലിയ പ്രശ്നം, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, നമ്മളുടെ പുതിയ തലമുറ വിദേശത്തേക്ക് പോവുകയാണ്. ഒരു 4-5 വർഷം മുന്നേ ഡിഗ്രി കഴിഞ്ഞിട്ടായിരുന്നു, അല്ലെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടായിരുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് ഉന്നത പഠനത്തിന് പോയതെങ്കിൽ ഇന്ന് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്നത്, ഒരു കുട്ടി പോയാൽ 30 മുതൽ 40 ലക്ഷം വരെ രൂപ ഇവിടുന്ന് പോവാണ്. അത് നിയന്ത്രിക്കും, അത് ഇല്ലാതാക്കും. എന്ത് പദ്ധതി? ഒരു പദ്ധതിയും ഇവിടെ പറഞ്ഞിട്ടില്ല. 2 കാര്യങ്ങൾ. ഒരൊറ്റ മിനിറ്റ്. ഒന്ന്, നോളജ് വാലി ആണ് പറയുന്നത്, യുവാക്കൾക്ക് വേണ്ടി നോളജ് വാലി. അതോടൊപ്പം തന്നെ ജോബ് വാച്ച് ടവർ, അതായത് രാജ്യാന്തര തലത്തിലുള്ള ഈ തൊഴിലവസരങ്ങൾ, അത് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ആ കാര്യങ്ങൾ കേരളത്തിൽ അതിന് സാധ്യമാകുന്ന അവസരങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ജോബ് വാച്ച് ടവർ. ഇത് 2 കാര്യങ്ങൾ കൂടിയുണ്ട് അതിനകത്തും. ഞാൻ പറഞ്ഞത് ബജറ്റിനകത്ത്. അതെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിദേശത്തെ ജോലി തേടി പിടിച്ച് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവർ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കുട്ടികളിപ്പോൾ ചെയ്യുന്ന എന്താ? കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകുന്നു, എന്നിട്ട് ആ കുട്ടികൾ അവിടെ സെറ്റിലാവുന്നു. ആരും തിരിച്ചു വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, 1018 കോടി രൂപ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ, അതിനും തുക PM ശ്രീയിൽ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇനി ഗ്രാമവികസനം 2138 കോടി രൂപ. എത്ര ഗ്രാമങ്ങൾ? 990 പഞ്ചായത്തുകൾ. അപ്പം ഞാൻ ഇതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് വരും. പുതിയ മെഡിക്കൽ കോളേജ് വരുന്നത് സന്തോഷം. നിലവിലുള്ള പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ? കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ? ഇതൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും പദ്ധതികൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ? അപ്പോൾ കാർഷിക ഉൽപ്പാദന മേഖലയെ പുഷ്ടിപ്പെടുത്താൻ, വ്യാവസായികമായ ഉൽപ്പാദന മേഖലയെ പുഷ്ടിപ്പെടുത്താൻ, നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ. അതാണല്ലോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്താണ്?
നമുക്ക് നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ വെച്ച് സംഗതി നടക്കൂല. അപ്പോൾ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തണം. അതിന് വ്യാവസായിക മേഖല വൈവിധ്യവൽക്കരിക്കണം. കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വ്യവസായങ്ങൾ കേരളത്തിൽ സാധ്യമല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗോളിയോ റോയൻസിൻ്റെ കാര്യം തീരുമാനമായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പോൾ AI പോലുള്ള, അതുപോലെ തന്നെ IT പോലുള്ള പുതിയ വ്യവസായ സംരംഭങ്ങൾ ഇവിടെ കൊണ്ടുവന്നാലേ പാരിസ്ഥിതിക സൗഹാർദ്ദ വ്യവസായങ്ങൾക്ക് ഇവിടെ സാധ്യതയുള്ളൂ. ഒരു പദ്ധതിയില്ല. ഇവിടുത്തെ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്താൻ ഒരു പദ്ധതിയുമില്ല. കേരളത്തിൻ്റെ തനതായ കൃഷി, നാളികേരം, നെൽകൃഷി, ഇതിനൊന്നും പദ്ധതിയില്ല. ഇപ്പോൾ നെൽകൃഷിക്കാർ പ്രതിഷേധത്തിലാണ്. കാരണം കേന്ദ്ര വിഹിതം 72 പൈസ വെച്ച് കൂടിയപ്പോൾ സംസ്ഥാന വിഹിതം 72 പൈസ വെച്ച് കുറഞ്ഞു. 30 രൂപയിൽ കിടക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം 24 ചില്ലുവാനുമായി, സംസ്ഥാന വിഹിതം 5.60 അപ്പോൾ അവർ പ്രതിഷേധത്തിലാണ്. സംസ്ഥാനം കൂട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് രണ്ടും ചെയ്യാതെ, കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും പുഷ്ടിപ്പെടുത്താതെ, പുതിയ പദ്ധതികൾ വരാതെ എങ്ങനെ വരുമാനം കൂടും? എങ്ങനെ നിങ്ങൾക്ക് വരുമാനം കൂടിയാൽ മാത്രമേ സംസ്ഥാനത്തിന് നിങ്ങൾക്ക് പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോഴിക്കോട് മെട്രോയിലും തിരുവനന്തപുരം മെട്രോയിലും 20 കോടി നീക്കി വെച്ചാൽ 20 കൊല്ലം കഴിഞ്ഞാലും അത് നമുക്ക് അവിടെ കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇവരുടെ പ്രസ്റ്റീജ് പദ്ധതിയായ ഉമ്മൻചാണ്ടി പദ്ധതിക്ക് വരെ 10 കോടി രൂപ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.